മത്സ്യബന്ധനത്തിനായി പോയ ഒരു കൂട്ടം മത്സ്യത്തൊഴിലാളികൾ വലയിൽ കുടുങ്ങിയത് മത്സ്യമല്ല, നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു ചരിത്ര സാക്ഷ്യം. തമിഴ്നാട്ടിലെ കാരയ്ക്കലിൽ നിന്നുള്ള മത്സ്യത്തൊഴിലാളികളുടെ പതിവ് മത്സ്യബന്ധന യാത്ര ഇപ്പോൾ ചരിത്രകാരന്മാരുടെയും പുരാവസ്തു ഗവേഷകരുടെയും ശ്രദ്ധ ആകർഷിക്കുന്ന അപൂർവ കണ്ടെത്തലായി മാറിയിരിക്കുകയാണ്. ബംഗാൾ ഉൾക്കടലിൽ നിന്ന് കണ്ടെത്തിയ ഈ പുരാതന ശിലാവിഗ്രഹം 5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതാകാമെന്നാണ് പ്രാഥമിക വിലയിരുത്തൽ. ജൂലൈ 2-ന് പുതുച്ചേരിയിലെ കാരയ്ക്കൽ മത്സ്യബന്ധന തുറമുഖത്ത് നിന്ന് 16 മത്സ്യത്തൊഴിലാളികൾ ആഴക്കടൽ മത്സ്യബന്ധനത്തിനായി ബംഗാൾ ഉൾക്കടലിലേക്ക് യാത്ര തിരിച്ചു. പതിവ് പോലെ നിരവധി ദിവസങ്ങളിലായി കടലിൽ മത്സ്യബന്ധനം നടത്തി വന്ന സംഘം ജൂലൈ 10-ന് തമിഴ്നാട്ടിലെ മഹാബലിപുരം തീരത്തിനടുത്ത് മത്സ്യബന്ധനം നടത്തുന്നതിനിടെയാണ് അപ്രതീക്ഷിത സംഭവമുണ്ടായത്. മത്സ്യബന്ധന വല കടലിലേക്ക് എറിഞ്ഞതിന് പിന്നാലെ അത് അസാധാരണമായ രീതിയിൽ ഭാരമുള്ളതായി മത്സ്യത്തൊഴിലാളികൾക്ക് അനുഭവപ്പെട്ടു. ആദ്യം കടലിനടിയിലെ വലിയ പാറയിലോ മറ്റേതെങ്കിലും വസ്തുവിലോ വല കുടുങ്ങിയിട്ടുണ്ടാകുമെന്നാണ് അവർ കരുതിയത്. എന്നാൽ ഏറെ ശ്രമപ്പെട്ട് വല മുകളിലേക്ക് വലിച്ചപ്പോൾ അവർ കണ്ട കാഴ്ച എല്ലാവരെയും അത്ഭുതപ്പെടുത്തി. കടൽ ചിപ്പികൾ, മണൽ, കടൽ നിക്ഷേപങ്ങൾ, പായൽ എന്നിവ കൊണ്ട് പൊതിഞ്ഞ ഒരു വലിയ ശിലാവിഗ്രഹമാണ് വലയിൽ കുടുങ്ങിയിരിക്കുന്നത്. കടലിനടിയിൽ വളരെ കാലം മുങ്ങിക്കിടന്നതിന്റെ തെളിവുകൾ വിഗ്രഹത്തിൽ വ്യക്തമായി കാണാനായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. വിഗ്രഹത്തിന്റെ രൂപവും ശില്പശൈലിയും വിലയിരുത്തിയ വിദഗ്ധർ 500 വർഷത്തിലേറെ പഴക്കമുള്ളതാകാമെന്നാണ് പ്രാഥമിക നിഗമനത്തിലെത്തിയത്. ഈ അപൂർവ കണ്ടെത്തൽ ഉടൻ തന്നെ മത്സ്യത്തൊഴിലാളികൾ ബന്ധപ്പെട്ട അധികാരികളെ അറിയിച്ചു. തുടർന്ന് പുരാവസ്തു വകുപ്പ്, ചരിത്ര ഗവേഷകർ, നിയമ നിർവഹണ ഏജൻസികൾ എന്നിവർ വിഗ്രഹം വിശദമായി പരിശോധിക്കാനായി ഏറ്റെടുത്തു. വിഗ്രഹം ഏത് കാലഘട്ടത്തിലേതാണ്, ഏത് രാജവംശത്തിന്റെ ഭരണകാലത്ത് നിർമ്മിക്കപ്പെട്ടതാണ്, ഇതാദ്യം സ്ഥാപിച്ചിരുന്നത് ഏത് ക്ഷേത്രത്തിലോ തുറമുഖ നഗരത്തിലോ ആയിരുന്നുവോ, പിന്നീട് എങ്ങനെ കടലിൽ എത്തിപ്പെട്ടു തുടങ്ങിയ ചോദ്യങ്ങൾക്കാണ് ഇപ്പോൾ ഉത്തരം അന്വേഷിക്കുന്നത്. ചരിത്രപരമായി മഹാബലിപുരം പ്രദേശം പുരാതന തുറമുഖ നഗരമായിരുന്നു. പല്ലവ രാജവംശത്തിന്റെ കാലത്ത് ഈ മേഖല സമുദ്ര വ്യാപാരത്തിന്റെയും ക്ഷേത്ര ശില്പകലകളുടെയും പ്രധാന കേന്ദ്രമായിരുന്നു. കടൽക്ഷോഭം, സുനാമി, പ്രകൃതി ദുരന്തങ്ങൾ അല്ലെങ്കിൽ കപ്പൽ അപകടങ്ങൾ എന്നിവ മൂലം ഇത്തരത്തിലുള്ള ശിലാവിഗ്രഹങ്ങൾ കടലിനടിയിലായിരിക്കാമെന്നാണ് ചരിത്ര ഗവേഷകർ വിലയിരുത്തുന്നത്. കടലിനടിയിലെ പുരാവസ്തു ഗവേഷണത്തിന് ഈ കണ്ടെത്തൽ പുതിയ ദിശ നൽകുമെന്നും ബംഗാൾ ഉൾക്കടലിൽ ഇനിയും നിരവധി ചരിത്രാവശിഷ്ടങ്ങൾ കണ്ടാൻ സാധ്യതയുണ്ടെന്നും വിദഗ്ധർ അഭിപ്രായപ്പെടുന്നു. മത്സ്യബന്ധനത്തിനായി കടലിലേക്ക് പോയ സാധാരണ തൊഴിലാളികളുടെ വലയിൽ കുടുങ്ങിയത് വെറും കല്ലല്ല, നൂറ്റാണ്ടുകളുടെ ചരിത്രമാണ്. 5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ളതായി കരുതുന്ന ഈ ശിലാവിഗ്രഹത്തിന്റെ യഥാർത്ഥ ചരിത്രം ഇനി പുരാവസ്തു ഗവേഷണത്തിലൂടെയാണ് പുറത്തു വരേണ്ടത്. ഈ കണ്ടെത്തൽ ദക്ഷിണേന്ത്യയുടെ സമുദ്ര ചരിത്രത്തെയും പുരാതന സംസ്കാരത്തെയും കുറിച്ച് കൂടുതൽ വെളിച്ചം വീശുമെന്ന പ്രതീക്ഷയിലാണ് ചരിത്രലോകം.